അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ചോക്കോ നട്ട്സ് ഫ്ലേവറിലുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഇത് കഴിച്ചവർക്കറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതായത് അരക്കപ്പും 1/4 കപ്പും അങ്ങനെ 3/4 കപ്പോളം മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ എടുക്കണം. ഞാനിവിടെ നല്ല ഡാർക്ക് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡാർക്ക് കൊക്കോ പൗഡറിന് ചോദിച്ചു കഴിഞ്ഞാൽ കേക്കിൻ്റെ ടൂൾസൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു 1/4 കപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡയും പിന്നെ ഒരു 2 നുള്ളി ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചിട്ട് 2-3 പ്രാവശ്യം അരിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്കുള്ള മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു നല്ല ഡ്രൈ ആയിട്ടും ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ചു. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ ഒരു 3/4 കപ്പോളം പൊടിക്കാത്ത പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരാൻ എപ്പോഴും പറയുന്നതാണ് നമ്മളെടുക്കുന്ന ബീറ്ററിൻ്റെ ബ്ലേഡ്. അതുപോലെ ബൗളിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. കണ്ടില്ലേ, എന്നാലും നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിലും 1/4 കപ്പിൻ്റെ അടുത്ത് ഇളം ചൂടുള്ള പാലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് നേരം ഇട്ടിട്ട് ബീറ്റ് ചെയ്യണ്ട. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ബ്ലേഡ് അങ്ങ് ഒഴിവാക്കാം. നമുക്കിനി വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചുലോ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൽ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. അപ്പോൾ എനിക്ക് കുറച്ച് പെട്ടെന്ന് ചെയ്തെടുത്തൊരു കേക്കായിരുന്നു. അപ്പോൾ ഞാൻ 2 ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഒരുമിച്ച് വെക്കാമല്ലോ ഇങ്ങനെയാകുമ്പോൾ. അപ്പോൾ ഒരുമിച്ചിട്ട് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്, OTGയിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടൈം കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. 2 8 ഇഞ്ചിൻ്റെ പാനിലേക്ക് പകുതിയും ബാറ്റർ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ സാധാരണ 35-40 മിനിറ്റ് എടുക്കുന്ന കേക്ക് ഇത് മുഴുവനായിട്ട് ഒരു ടിന്നിൽ ഒഴിക്കുകയാണെങ്കിൽ 35-40 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടും. അപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് 2 കേക്കും. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിത് 4 ലെയറായിട്ടാണ് ഞാൻ ഒരു കേക്കിൽ ചെയ്യുന്നത്. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ഫില്ലിങ്സിനായിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ഒന്ന് മെൽറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തു. ഡബിൾ ബോയിലോ അല്ലെങ്കിൽ നിങ്ങൾ മൈക്രോവേവിലോ അങ്ങനെ വേണമെങ്കിലും മെൽറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നട്ട്സ് ചെറുതായിട്ട് മുറിച്ചിട്ട് ഒന്ന് ബട്ടറിൽ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറിലേക്ക് ഒന്നങ്ങ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ കേക്കിൻ്റെ അകത്ത് ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. പിന്നെ നമുക്ക് കേക്ക് തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോ കേക്കും ഞാൻ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ 4 ലെയർ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ നമ്മുടെ കേക്ക് കിട്ടും. ഏകദേശം 1 കിലോയും ഒരു 250 ഗ്രാമും ഉണ്ടായിരുന്നു. ഇത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ വെയിറ്റ്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കേക്ക് ഇവിടെ റെഡിയായി. പിന്നെ നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ച ചോക്ലേറ്റും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് എടുക്കണം. കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഷുഗർ സിറപ്പും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്യുകയാണ്. ഏകദേശം 1 കപ്പും 2 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീം ഈ ഒരു കേക്കിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല തണുപ്പോടി കൂടി വേണം നമ്മളിത് ബീറ്റ് ചെയ്യാനായിട്ട്. ഞാനിവിടെ റിച്ച് ഗോൾഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് സ്റ്റിഫായി വരുന്നത് വരെ ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ഉണ്ടാക്കിയത് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ഫ്രഷ് ക്രീം ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഒരു 3/4 കപ്പ് കുറച്ച് കൂടുതലായിട്ട് ചോക്ലേറ്റ് അതിലേക്ക് ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ്.
അപ്പോൾ ഈ ഒരു ഗനാഷ് തണുത്തതിന് ശേഷം വേണം നമ്മൾ ക്രീമിലേക്ക് ചേർക്കാൻ. ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 വലിയ സ്പൂണിൽ വരുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രീം. ഈ ഒരു ചോക്ലേറ്റ് കേക്കിന് നമ്മൾ സാധാരണ ട്രഫിൾ കേക്കൊക്കെ ചെയ്യില്ല, അതുപോലെ തന്നെ. നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നങ്ങ് തണുപ്പിച്ചെടുക്കാതിന് ശേഷം വേണം ഐസിങ് എടുക്കാനായിട്ട്. അപ്പോൾ ബോർഡിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കേക്ക് ബേസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഷുഗർ സിറപ്പ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പ് ഇതിലേക്ക് നല്ല രീതിയിൽ തന്നെ നനയുന്ന രീതിയിൽ ചെയ്യുക. നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്യുന്ന കേക്കാണെങ്കിൽ ഒരുപാട് ഷുഗർ സിറപ്പ് ഒഴിക്കരുത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ചോക്ലേറ്റ്സും നട്ട്സും കൂടിയിട്ടുള്ള ഫില്ലിങ്സ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടി ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ലെയർ കേക്ക് വെച്ചു. അതുപോലെ തന്നെ ക്രീം, ചോക്കോ നട്ട്സ്, പിന്നെ ഗനാഷ്, എന്നിട്ട് ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അതുപോലെ നമുക്ക് 4 ലെയറും ചെയ്തെടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറെങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ക്രം കോട്ട് ചെയ്തതിന് ശേഷം. അപ്പോൾ പോടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട് ക്രം കോട്ട് ചെയ്തത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയർ നമുക്ക് കൊടുക്കാം. അത് ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ ഒരു നോസിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലായിടത്തും നല്ല രീതിയിൽ ബബിൾസൊക്കെ പോക്കിയിട്ട് അതുപോലെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് എത്രത്തോളം ഫിനിഷിങ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല ഷാർപ്പ് എഡ്ജൊക്കെ ആയിട്ട് ചെയ്യാം. പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതുപോലെ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കേക്ക് ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് എക്സ്പേർട്ടോ അതുപോലെ എൻ്റെ ഭയങ്കര ഫിനിഷിങ്ങും കാര്യങ്ങളും ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചിലർക്കൊക്കെ ബിഗിനേഴ്സിനൊക്കെ തോന്നാറുണ്ടായിരിക്കും ഞാൻ ചെയ്യുന്നത് നല്ല പെർഫെക്ഷനായിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ ഇത്രയൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളിത് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്കിത് നല്ല നീറ്റായിട്ട് ചെയ്യണം എന്നുള്ള ഒരു വിശ്വാസം, അതായത് നമുക്ക് അത്ര മതിയെന്ന് കരുതാതെ നമ്മൾ ടൈം എടുത്ത് തന്നെ നല്ല രീതിയിൽ ചെയ്തെടുത്താൽ എല്ലാവർക്കും നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ ഷാർപ്പ് എഡ്ജൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ ഓരോ കേക്ക്സും ബെറ്ററായി വരണം എന്നുള്ള ചിന്തയിൽ ചെയ്താൽ മതി, എന്നാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഞാൻ സൈഡിലൂടെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗനാഷ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് തിക്കായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചാൽ മതി, അത് നല്ല ലൂസാവും. അപ്പോൾ ചൂടോടുകൂടി നിങ്ങൾ ഒരിക്കലും കേക്കിൻ്റെ മുകളിൽ ചെയ്യരുത്, അപ്പോൾ ക്രീം മെൽട്ടാവും. ഇനി ഇതിൻ്റെ N1 നോസിൽ, അതായത് നമ്മുടെ റൊസറ്റോ നോസിലുണ്ടല്ലോ, അതിൽ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് മുകളിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാൻ, നിങ്ങൾ ഇതിനേക്കാളും നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ചോക്ലേറ്റ് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിരുന്നു. അതായത് കുറച്ച് മിൽക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു മോൾഡിലേക്ക് ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതുപോലത്തെ മോൾഡ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ജസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ചെടുത്തതാണ്. അപ്പോൾ ഇത് കേക്കിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതുകൂടി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഡെക്കറേഷൻസ് പാർട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പർ കൂടി ഇതിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഓർഡർ കേക്ക് ആയതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഈ ഒരു രീതിയിൽ കേക്കെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കേക്ക് റെസിപ്പി ഞാൻ എൻ്റെ ഐഡിയക്ക് തോന്നിയിട്ട്, ഐഡിയയിൽ ഇതുപോലെ ഒരു ഫില്ലിങ് കൊടുത്ത് ചെയ്താലോ എന്ന് തോന്നിയിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ള കേക്കാണ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കേക്ക് വരാറുള്ളത് ഈ ഒരു ഫ്ലേവറിലുള്ള കേക്കിനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട് ഈ ഒരു റെസിപ്പി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഷോർട്സ് ഉണ്ടല്ലോ, നമുക്ക് ഷോർട്സ് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റ്സ് ആയിട്ട്, അതിൽ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി അതായത് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്